എന്നിട്ട് നിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? പലരിൽ നിന്നും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ചോദ്യമായിരിക്കും ഇത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, മറ്റുള്ളവരുടെ പല വിഷയങ്ങളിലും ഇടപെട്ടിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം വരാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ, ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളോട് ഒരു ദൈവിക ശബ്ദം കൈമാറുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചില സമയത്തെ നിശബ്ദതകളും അത് വലിയ ഉത്തരം തന്നെയാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ടെന്ന്, ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയുണ്ടെന്ന്. ചില ചോദ്യങ്ങൾ വരുമ്പോൾ അതും ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന്, നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന പലരിൽ നിന്നും ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് തളർന്നു പോകുവാനുള്ള സാധ്യതയുണ്ടായേക്കാം. പക്ഷെ ഓർക്കുക, അപ്പോഴും തകർന്നു പോകാതെ കർത്താവിലോട്ട് നോക്കുക, നിശബ്ദമായി നിൽക്കുക. കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്: മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞ് കൊള്ളുക. എല്ലാത്തിനും എല്ലായ്പ്പോഴും ഉത്തരം പറയേണ്ട കാര്യമില്ല. ചില സമയത്ത് നമ്മൾ ശാന്തമായിരിക്കുക. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം തന്നെ ചില മേഖലകളിൽ ഉത്തരം പറയുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ആ സമയം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ആ സമയം ഏറ്റവും മെമ്മറബിൾ ആയിരിക്കും. ആ സമയം ഏറ്റവും വലിയ സാക്ഷ്യമായിരിക്കും. അതെ, ചില സമയത്ത് മിണ്ടാതിരിക്കുന്നതും ചിലർക്കുള്ള ഉത്തരം തന്നെയാണ്. ഗോഡ് ബ്ലസ് യു.